ഹലോ, നമസ്കാരമുണ്ട്. ഒരു കാര്യം വായിച്ച് കേൾപ്പിക്കാം. കവിത എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുത്തിക്കുറിച്ച ഒരു സംഭവമാണ്. തെരുവും ഞാനും. തെരുവും ഞാനും. ചുറ്റും ചിതറിക്കിടക്കുന്ന ചവറ്റുകൊട്ടകൾക്കൊപ്പം ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കുഞ്ഞിനെപ്പോലെ ആ തെരുവും ഉറങ്ങി. രാത്രി ഇരുട്ടിൽ നിന്ന് ഒന്ന് തെന്നിമാറിയപ്പോൾ ആളുകൾ പല്ലികളെപ്പോലെ അതിന്മേൽ നടക്കാൻ തുടങ്ങി. നടത്തം എന്നത് തെറ്റായ വാക്കായിരിക്കും. ആദ്യം അവർ അവരുടെ മണിമന്ദിരങ്ങൾ വിട്ട് പുറത്തു വന്ന് പതുക്കെ ഇഴഞ്ഞു. പിന്നീട് മുട്ടുകുത്തി. ചിലർ നിശ്ചലമായി. മറ്റുള്ളവർ മുട്ടുകുത്തിൽ നിന്ന് നിൽപ്പിലേക്ക് ബിരുദം നേടി. പിന്നെ ഒടുവിൽ നടത്തത്തിലേക്കും. മെല്ലെ വേഗത കൂടി. പക്ഷേ തെരുവ് മയക്കം തുടർന്നു. ഇടയ്ക്കിടെ കൂർക്കം വലിച്ചു. അതിൽ തെരുവ് വിളക്കുകൾ മിന്നിക്കെട്ടുകളിച്ചു. കിലോമീറ്ററുകളോളം ഞാനും ഒറ്റയ്ക്ക് നടന്നു. ആ തെരുവിൻ്റെ മനോഹരമായ നിഷ്കളങ്കമായ ശരീരത്തിന് മുകളിൽ എനിക്ക് അതിൻ്റെ പാദങ്ങളിലോ നെറ്റിയിലോ ഒക്കെ ചെന്നെത്തണം, ചുംബിക്കണം. ജീവിതം അവസാനിക്കുന്നതിന് മുൻപ്. ഈ തെരുവ് ഉണർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി, ഇഴഞ്ഞ്, മുട്ടുകുത്തി, കാലിൽ നടന്ന്, ഞൊണ്ടി, ഓടി. എത്ര മുഖമില്ലാത്ത അനക്കങ്ങൾ. ഞാൻ എൻ്റെ കാലിലേക്ക് നോക്കി. അവിടെ കാലുകൾക്ക് പകരം നീരാളിയുടേതുപോലെ എന്തോ ഒന്ന് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അവിടെ കാലുകൾക്ക് പകരം നീരാളിയുടേതുപോലെ എന്തോ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അതെൻ്റേതാണോ അതോ ഈ തെരുവിൻ്റേതാണോ അറിയില്ല. ചിലപ്പോൾ ഞാനും ഈ തെരുവും ഒന്നാവാം. എൻ്റെ മുകളിലൂടെയാണ് ഇവരെല്ലാം നടക്കുന്നത്. അല്ല, ഇഴയുന്നത്, മുട്ടുകുത്തുന്നത്, ഞൊണ്ടുന്നത്, നടക്കുന്നത്, മരിച്ചു വീഴുന്നത്, ജനിക്കുന്നത്. ഞാനല്ല, അവരാണ്. അവർ മാത്രമാണ്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഇങ്ങനെയൊക്കെ ഓരോന്ന് കുത്തിക്കുറിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. കവിത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും ഇതാണോ കവിത എന്ന് ചോദിക്കും. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഇതാണോ കഥ എന്ന് ചോദിക്കും. നമ്മളുടെ മനസ്സ് വളരെ പേഴ്സണലായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ആ മനസ്സിലുള്ള സംഭവങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി എവിടെയെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ ചിലപ്പം ചില എഴുതി പിടിപ്പിച്ച രീതികൾക്കനുസരിച്ചായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത്, പ്രത്യേകിച്ച് എഴുതാനൊന്നും വലിയ അറിവില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇന്നമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നും എവിടെയും കിട്ടാതെ ഇങ്ങനെ പോവുക ചെയ്യുക. അതിന് അങ്ങനെ എന്നമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വലിയൊരു സംഭവമാണ് ഫേസ്ബുക്കും സാമൂഹ്യ മാധ്യമവും ബ്ലോഗും ഒക്കെ. എന്ത് വേണം നമുക്ക് ഇടാമല്ലോ, ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞു ഇത് കവിതയാണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പബ്ലിക്കായിട്ടൊരു കാര്യം പോസ്റ്റ് ചെയ്യാനൊന്നും ഒരുത്തൻ്റെയും അനുവാദം ആവശ്യമില്ല എന്നുള്ളൊരു ലോകം, ആ ഒരു ഗംഭീര ലോകം തന്നെയാണ്. പക്ഷെ അതേമാതിരി തന്നെ ആൾക്കാർക്ക് നമ്മളെ ചീത്ത പറയാനും വിമർശിക്കാനും നന്നാക്കി എടുക്കാനുള്ള ശ്രമം നടത്താനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി തെരുവും ഞാനും ഇനിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. എന്നാൽ പിന്നെ അതിനേക്കാം.